കാരണം അതെനിക്ക് തോന്നുന്നത് കുറച്ച് എല്ലാ കേസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പം സൗണ്ട് ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഇനിയും മോഡ്യൂൾ 3യും മോഡ്യൂൾ 4ഉം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, അതാണ് വേണ്ടത്. അപ്പോൾ മോഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മോഡ്യൂൾ 3യിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഏതായിരുന്നു എടുത്തത്? ടോർഷൻ, അതായത് T/J = τ/r = g⁻θ/L. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതായിരുന്നു. അത് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. പക്ഷേ മോഡ്യൂൾ 3യിൽ 2 സെക്ഷൻസ് ആയിട്ടാണ്. ഒരു മിനിറ്റ്, ഞാനതൊന്ന് എടുക്കാം. മോഡ്യൂൾ 3യിൽ ഈ സ്ക്രീൻ കാണാമോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ആക്ച്വലി ഇത് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതാണ് ഇത്, പക്ഷെ നമുക്ക് ഇവിടം തൊട്ട് റിവൈസ് ചെയ്ത് പോവാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർഷണൽ ഡീഫോർമേഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. അപ്പം അവിടെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഞാനിപ്പം ഒരെണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം. അത് കൂടാതെ ഇതിനകത്തൊരു ഡെറിവേഷൻ ഉണ്ട്. ഈ ഡെറിവേഷൻ ഞാനൊന്ന് ക്വിക്കായിട്ട് പറയാം കേട്ടോ. ഏതിൻ്റെ ഡെറിവേഷൻ ആണെന്ന് നോക്കണം. നമ്മുടെ T/J τ/r g⁻θ/L എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാരും റെസ്പോണ്ട് ചെയ്യാത്ത, ആരൊക്കെ ഒരാൾ മാത്രം യെസ് 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 എന്ന് പറയുന്നതല്ലാതെ. അനന്യ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഓക്കെ ഫൈൻ. ഗോഡ്സൺ? ഓക്കെ ഫൈൻ. പാർത്ഥിവ് ഉണ്ടോ? പാർത്ഥിവിനെ എന്നെ കാണാനില്ല. ഓക്കെ. പാർത്ഥിവ് ആയിരുന്നോ നേരത്തെ റെസ്പോണ്ട് ചെയ്തോണ്ടിരുന്നത്? ഫൈൻ. ഇതിന്റെ സൗണ്ട് ഭയങ്കര ഫീബിളായിട്ട് ഇരിക്കുന്നു. അതിൻ്റെ ആണോ കണക്ഷൻ്റെ ആണോ എന്നറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ കണക്ഷൻ്റെ ആണ്. ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T/J τ/r g⁻θ/L എന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മളതാണ് ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഓർമ്മയുണ്ടോ? T/J = ഇത് കാണാമോ? ഞാൻ എഴുതുന്നത് കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? ഓക്കെ. കാണാൻ പറ്റുമായിരിക്കും അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? T/J = τ/r = g⁻θ/L. ഇതാണ് ടോർഷൻ ഇക്വേഷൻ. ഓക്കെ, g⁻θ / L.
ഇതാണ് ടോർഷൻ ഇക്വേഷൻ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനാണ് നമ്മളിന്ന് ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ആദ്യത്തെ കേസ് നിങ്ങൾ നോക്കുക. വളരെ നമുക്കപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ 3 ഇക്വേഷൻ കൊണ്ട് ഒരുമിച്ചല്ല ചെയ്യുന്ന. T/J ഈക്വൽ ടു ആദ്യം ഡെറൈവ് ചെയ്യുന്നത് T/J ഈക്വൽ ടു ടോ ബൈ ആർ. പിന്നാണ് അതെടുത്തിട്ട് ഈ ഒരു ഇതിൻ്റെ ഒരു സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, g⁻L ഡിറൈവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഫിഗറിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഷാഫ്റ്റ് ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റിൻ്റെ ലെങ്ത് എത്രയാണ്, L എന്ന് പറഞ്ഞ് ലെങ്ത് തന്നിട്ടുണ്ട്. ഈ L ആണ് നമ്മുടെ T/J ടോ ബൈ ആർ g⁻L എന്നില്ലേ, ആ L വരുന്നത്. ഇനി എന്ത് ചെയ്തു, ഈ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു എ ട്വിസ്റ്റിംഗ് മൊമെന്റ് T ഇല്ലേ, ഷാഫ്റ്റിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പം ഒരു എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഈ എൻഡ് തിരിയില്ല. അതായത് ഇവിടെ ഈ കാണിക്കുന്ന ഈ എൻഡിന് ഒരു മാറ്റവും സംഭവിക്കില്ല അല്ലേ. നേരെ മറിച്ച് എന്ത് ചെയ്യാൻ എൻഡ്, മറ്റേ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതൊന്ന് ചെറുതായിട്ട് ഡീഫോം ആവും. ആ ഡീഫോർമേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊന്ന് നോക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് എ ബി പിന്നെന്താണ് QP. ഇങ്ങനൊരു പ്ലെയിൻ കണ്ടോ, ഇതായിരുന്നു ആക്ച്വലി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറിങ് പ്ലെയിൻ എ. ഇത് കാരണം ഞാൻ പറയാൻ കാരണം ഈ ഡെറിവേഷൻ ചോദിക്കും പരീക്ഷ. ABPQ എന്ന് പറഞ്ഞ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ പ്ലെയിൻ ആക്ച്വലി എന്താണ്, ആ ഒരു പെർഫെക്റ്റ് പ്ലെയിൻ ആണ് ഇൻ എ ഷാഫ്റ്റ് ഡീഫോർമേഷന് മുന്നേ ഉണ്ട പ്ലെയിനിന്റെ അവസ്ഥ. ABPQ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ. ഇനി എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ഏതിലേക്ക് വന്നു, എ എന്ന് പറഞ്ഞ പോയിന്റ് A' എത്തി. കാണാമോ, A' വന്നു. അതെ, ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്തായി, B' വന്നു. അപ്പൊ അതാണ് AB എന്ന് പറഞ്ഞത് എന്തിലേക്ക് മാറി, AB' മാറി. പിയും ക്യൂവും ഫിക്സ്ഡ് ആയതുകൊണ്ട് അത് മാറുന്നില്ല. അപ്പം പുതിയ പ്ലെയിനിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A', P, A', B', Q എന്ന് പറഞ്ഞൊരു പ്ലെയിനിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കണ്ടോ, ഈ ആംഗിൾ, ദിസ് വൺ, ഈ ആംഗിൾ ആണ് എന്ത്, ആംഗുലർ ഡീഫോർമേഷൻ. ആംഗുലർ ഡീഫോർമേഷൻ ഓഫ് ദ ഷാഫ്റ്റിനെ സൂചിപ്പിക്കുന്ന ആംഗിളിന്റെ പേരെന്താണ്, അതായത് ഇങ്ങനൊരു ആംഗിൾ കാണാമോ, A', ഏത് ആംഗിളാണ്, A', P, A' എന്ന് പറഞ്ഞ ആംഗിൾ. ആ ആംഗിളിനെയാണ് നമ്മൾ ഇതിനകത്ത് എന്തായിട്ട് തന്നിരിക്കുന്നത്, ഫൈ എന്ന് പറഞ്ഞ ഒരു ആംഗിളായിട്ട് തന്നിരിക്കുന്നത്. ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. ഏതാ സർ, ട്വിസ്റ്റ് ചെയ്ത ആംഗിൾ. ഇവിടെ ട്വിസ്റ്റ് ചെയ്തത് തന്നെ, അത് എന്താണ് അപ്പൊ അതിന് പറയുന്നത്, നമ്മൾ ആംഗുലർ ഡീഫോർമേഷൻ അല്ലേ, ആംഗുലർ ഡീഫോർമേഷൻ ആണ്. ബേസിക്കലി നമ്മൾ ഷിയർ സ്ട്രെയിൻസും ഒക്കെ നമ്മൾ എന്തിലാണ് പറയുന്നത്, ആംഗുലർ ഡീഫോർമേഷനിലാണ് പറയുന്നത് അല്ലേ, ആണോ? ശരി. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് പൈ എന്ന് പറയുന്ന ആംഗുലർ ഡീഫോർമേഷനെ എന്ത് ചെയ്യുന്നു, നമ്മൾ A'-ന്റെ ടേംസിൽ എഴുതുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഫൈ ഈക്വൽ ടു, ഇവിടെ നിന്ന് ഫൈ ഈക്വൽ ടു A' ഡിവൈഡഡ് ബൈ എന്ത് വരും, L എന്ന് തന്നെയാണ് എടുക്കുന്നത്. സ്മോൾ ആംഗുലർ ഡീഫോർമേഷൻ ആയതുകൊണ്ട് A', AP എന്ന് പറയുന്നതിന്റെ ലെങ്തിലും ഒരുപാട് വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞ അസംഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും
ടോർഷൻ ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്, ഇന്റർവ്യൂസിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അസംഷൻസ് ഇൻ ടോർഷണൽ ഇക്വേഷൻ. അതൊരു 6-7 അസംഷൻസ് ഉണ്ട്, അപ്പോൾ അത് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈ ഈക്വൽ ടു എ ഡാഷ് ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതും. കാരണം ഫൈ വളരെ സ്മോൾ ആയതുകൊണ്ട് ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ തന്നെ, അത് നമ്മൾ പലതവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഫൈ ഉള്ളതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ആംഗിൾ കാണാൻ പറ്റും. അതേത് ആംഗിളാ? തീറ്റ. എസ്, അതായത് ഇവിടെ ഒരു ആംഗിൾ കാണുന്നുണ്ട് അല്ലേ, തീറ്റ. ഞാൻ ഈ ഒരു ആംഗിൾ, അതായത് ഈ ഒരു പോയിന്റ് അവർ പറഞ്ഞിട്ടില്ല, നമുക്കൊരു പോയിന്റിനൊരു ഇത് കൊടുക്കുക. സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓ, അതായത് ഈ ഒരു പോയിന്റ്. അപ്പം എ ഡാഷ് നേരത്തെ അങ്ങനെയല്ലേ എഴുതി, എ ഡാഷ് ഓ എ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും? തീറ്റ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എ ഡാഷ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഒ എ അല്ലെങ്കിൽ ഒ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷാഫ്റ്റിന്റെ റേഡിയസ്. ഓക്കെ, ഇത് മനസ്സിലായോ ഇതുവരെ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നോക്കിക്കേ. അപ്പോൾ നമുക്ക് എ ഡാഷ്, അപ്പോൾ രണ്ടിൽ നിന്നും എ ഡാഷ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എ ഡാഷ് എന്തായി? എ ഡാഷിന് ഒരു റിലേഷൻ കിട്ടി, ഇവിടെ നിന്ന് എ ഡാഷിന് റിലേഷൻ കിട്ടി. രണ്ടും എ ഡാഷ് സെയിം അല്ലേ, അതുകൊണ്ടാണ് എ ഡാഷ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഫൈ എന്നും. ഫൈനലി ഫൈ ആംഗുലർ ഡീഫോർമേഷൻ, അതായത് ഇവിടെ ഉണ്ടാവുന്ന ആംഗുലർ ഡീഫോർമേഷൻ ഇവിടെ, അതായത് ഷാഫ്റ്റ് ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന്റെ ടേംസിൽ എഴുതാം. അതുകൊണ്ടാണ് ഫൈ ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ എന്ന് പറഞ്ഞൊരു റിലേഷനിലേക്ക് വന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോ, ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? ടോ ബൈ ഫൈ എന്നല്ലേ പഠിച്ചേ? ഓർമ്മയുണ്ടോ? ഇത് ഓൺലൈൻ ക്ലാസ്സിൽ മുന്നേ പഠിച്ചതാ. അപ്പൊ ടോ ബൈ ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു എഴുതിയത്? ഏതാ? മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, യങ്സ് മോഡുലസ് അല്ല, ജി ആണ് കേട്ടോ. ജി അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്സിൽ എൻ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ എൻ. സിഗ്മ ബൈ എപ്സിലോൺ ആണ് എന്ത്? ഇ എന്ന് വരുന്നത്, യങ്സ് മോഡുലസ്. എക്സാക്ട്ലി കേട്ടോ, മാറിപ്പോവല്ല. അപ്പൊ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ഈസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ജി ഓർ ക്യാപിറ്റൽ എൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫൈ എന്ന് പറഞ്ഞ നമ്മളിപ്പോ കിട്ടിയ ഫൈ എന്ന് പറഞ്ഞ റിലേഷനെ, ഈ ഫൈ എന്ന് പറഞ്ഞ റിലേഷനെ എന്തിലേക്ക് കൊണ്ടുവരാം? ഷിയർ സ്ട്രെസ്സിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ഫൈനൽ ഇക്വേഷനകത്ത് ജിന്റെ ടേംസിൽ വേണ്ടേ, അല്ലെങ്കിൽ എൻ, ജിയും എന്നും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടോ ബൈ ഫൈ ഈക്വൽ ടു ജി എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ടോ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജി തന്നെയാണ്, എൻ ഓർ ജി. ചില ടെക്സ്റ്റ് ബുക്കിൽ എൻ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ജി എന്നും പറയാറുണ്ട് കേട്ടോ. ജി മാറിപ്പോണ്ട. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ, അല്ലെങ്കിൽ ടോ ബൈ ആർ ഈക്വൽ ടു എൻ ഇൻറ്റു തീറ്റ ബൈ എൽ. രണ്ടായാലും സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ഹാഫ് കിട്ടി. നമുക്ക് 3 ഇക്വേഷൻസ് അല്ലേ, അതിനകത്ത് ഒരെണ്ണം കിട്ടി. ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ഡിവൈഡഡ് ബൈ എൽ. ഇതൊരു കിട്ടിയാൽ മനസ്സിലായോ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്. അടുത്തത് കണ്ടുപിടിക്കണമെങ്കിൽ ടി ബൈ ജെ അല്ലേ നമുക്ക് ഇനി വേണ്ടത്. ടി ബൈ ജെയിനകത്ത് ജെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ജെ, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ.
യെസ്, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ജെ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്കറിയാം പൈ ഇൻറ്റു ഡി റൈസ് ടു 4/32 ആണ് സോളിഡ് ഷാഫ്റ്റിന്. ഹോളോ ഷാഫ്റ്റിന് വേറെ 5d⁻⁴/32. അപ്പൊ ഡി എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് ആ ഒരു പർട്ടിക്കുലർ ഫാക്ടർ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിനാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത് കേട്ടോ. അടുത്ത ഹാഫും കൂടെ ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് നേരത്തെ ഇപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഐ ആം കൺസിഡറിങ് 2 പോയിന്റ്സ് അറ്റ് ദ ഇന്റീരിയർ. ഷാഫ്റ്റിന്റെ ഇന്റീരിയറിൽ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഒന്നെന്ന് പറഞ്ഞാൽ സിയും മറ്റത് സി ഡാഷ്. ഈ സിയും സി ഡാഷും സെൻട്രലിൽ നിന്ന് ഇവിടം വരെ സി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ ആണോ? അല്ല. അതാണ്, അതുകൊണ്ടാണ് അവരൊരു സ്മോൾ ആർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പൈ ഈക്വൽ ടു a'/L പറഞ്ഞതുപോലെ തന്നെ പൈ ഈക്വൽ ടു നമുക്ക് സി ഇൻറ്റു സി ഡാഷ് ഡിവൈഡഡ് ബൈ എൽ എന്നും എഴുതാം. അങ്ങനെ എഴുതിയാൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? സെൻട്രലിൽ നിന്ന് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കാവുള്ളൂ? ഇവിടം വരെ. അതിനെയാണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഷാഫ്റ്റിന്റെ ക്യാപിറ്റൽ ആർ അറിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. പക്ഷെ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് എങ്ങനെയാ വരുന്നത് എന്നുള്ള സ്റ്റെപ്പാണ് ഇത് കേട്ടോ. സ്ട്രെയിൻ നേരത്തെ എഴുതിയതുപോലെ a'/L എന്ന് പറഞ്ഞതുപോലെ c'/L വിച്ച് ഈസ് ഈക്വൽ ടു r ഇൻറ്റു θ/L. നമ്മൾ നേരത്തെ ക്യാപിറ്റൽ ആർ ഇൻറ്റു θ/L എഴുതിയില്ലേ, എന്താ ഇവിടെ അതേപോലെ സ്മോൾ ആർ ഇൻറ്റു θ/L. ഓക്കെ, എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറഞ്ഞ സ്മോൾ q ഈസ് ദ ഷിയർ സ്ട്രെസ് അറ്റ് ദാറ്റ് ലെവൽ. ഏത് ലെവലില്? സി ഡാഷ് ഈ ചെറിയ ആർ ഉള്ള ലെവലിലെ ഷിയർ സ്ട്രെസ് Q ആണെങ്കിൽ അവിടെ എഗെയിൻ നമുക്ക് ഷിയർ സ്ട്രെയിൻ നമുക്ക് കിട്ടില്ലേ? പൈ ഈക്വൽ ടു Q/N വിച്ച് ഈസ് ഈക്വൽ ടു r⁻⁴/L എന്ന് കിട്ടും. മനസ്സിലായോ? അതിന്റെ മീനിങ് എന്താണ്? Q/R ഈക്വൽ ടു gθ/L ഈക്വൽ ടു τ/R. അപ്പം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഷാഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഷിയർ സ്ട്രെസ് ഏറ്റവും മാക്സിമം ആവുന്ന എവിടെയാണ് പറയാം? ഷിയർ സ്ട്രെസ് മാക്സിമം ഏതാ? സെന്ററിൽ. അതെങ്ങനെയാ പാർട്ടീവ് ആണെന്ന് പറഞ്ഞേ? അതെ സർ. അതെങ്ങനെയാ പാർട്ടീവ് സെൻട്രലാവുന്നേ? അതായത് Q/R എനിക്ക് തോന്നുന്നു ഇങ്ങനല്ലേ? Q/R ഈക്വൽ ടു τ/R അല്ലേ? ഇതാണ് ഷിയർ സ്ട്രെസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. മാക്സിമം ഷിയർ സ്ട്രെസ് ഏതാണ്? ടോ അല്ലേ? അപ്പം ടോ കൂടി അതായത് 6 ചെറുതായിരുന്നപ്പോ ഇത്രേ വാല്യൂ ഉള്ളൂ. വീണ്ടും കൂടി ഏറ്റവും വെളിയിൽ വരുമ്പോ എന്താവും? ടോ മാക്സിമം ആവും. മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നു. ഇനി നമ്മൾ എടുക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു പാടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് സി ഡാഷ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിന്റെ അവിടെ നമ്മളൊരു എലമെന്ററി റിങ് കൺസിഡർ ചെയ്തു. ഒരു സോളിഡ് ഏരിയ കൺസിഡർ ചെയ്യാൻ വേണ്ടി അതിന്റെ തിക്നെസ് എന്താണ്? dr എന്ന് പറഞ്ഞ തിക്നെസ് കാണാമോ? dr at a distance of r from the center of the shaft. നമുക്ക് നേരത്തെ അറിയാം Q/R ഈക്വൽ ടു τ/R എന്ന് പറഞ്ഞ റിലേഷൻ. അതുകൊണ്ട് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ആറിന്റെ ടേംസിൽ എഴുതി. ഓക്കെ, ഇനി ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ദ റെസിസ്റ്റിംഗ് മൊമെന്റ് സെറ്റ് അപ്പ് ബൈ ദ റിംഗ് ഈസ് ഈക്വൽ ടു. ഇപ്പൊ ഷിയർ സ്ട്രെസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്?
ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റും ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ റെസിസ്റ്റിംഗ് മൊമെന്റ്, ആ മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? റെസിസ്റ്റിംഗ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഷിയർ സ്ട്രെസ്സിനെ എന്തുകൊണ്ട് ഇൻഡു ചെയ്യണം? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ഡെൽറ്റ എ ഇൻറ്റു ആർ. അത് മനസ്സിലായോ? റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റിംഗ് മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? ടേണിംഗ് മൊമെന്റിന്റെ ഇങ്ങനെ പറയാം, ടിയുടെ യൂണിറ്റ് എന്താ? ടിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പറയടാ ആരെങ്കിലും. ന്യൂട്ടൺ മീറ്റർ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ട്? ഹലോ. ആ, ഓക്കെ. സോ ടി ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ. അപ്പൊ റെസിസ്റ്റിംഗ് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോ കണ്ടുപിടിച്ച സ്മോൾ ഷിയർ സ്ട്രെസ്സിനെ എന്ത് ചെയ്തു? ഈ കൺസിഡർ ചെയ്ത ഡെൽറ്റ എ, അതായത് ഈ സ്മോൾ എലമെന്റൽ റിങ് കൺസിഡർ ചെയ്തില്ലേ, ഈ റിങ്ങിന്റെ ഏരിയ, അതായത് ഈ റിങ്, ചെറിയ റിങ് കൺസിഡർ ചെയ്തു, അതിന്റെ ഏരിയ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു, ആൻഡ് ഡിസ്റ്റൻസ് വെച്ച് ഇൻറ്റു ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ക്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? ടോ ബൈ ആർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത് മനസ്സിലായോ ഈ സ്റ്റെപ്പ്? എടാ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞോ. എന്തോ മനസ്സിലായോ ഇല്ലേ? ഞാൻ അടുത്തയിലേക്ക് പോട്ടെ. മനസ്സിലായി. ഓക്കെ, ഫൈൻ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഒരു സ്മോൾ എലമെന്റിനെ അല്ലേ കൺസിഡർ ചെയ്തത്. ഇനി ടോട്ടൽ ഷാഫ്റ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സമ്മേഷൻ വേണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്റഗ്രേഷൻ ആണ് അതിന്റെ മീനിങ്. ടോ ബൈ ആർ ഈക്വൽ ടു, സോ ടി ഫോർ ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യത്തില്ലേ, അതിനെ ആണ് പറയുന്നത് സിഗ്മ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിഗ്മ ഓഫ്, നമ്മൾ നേരത്തെ എഴുതിയ അതേ എക്സ്പ്രഷൻ, ടോ ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ. ടോ ബൈ ആർ എന്ന് പറഞ്ഞാൽ വെളിയിലെടുത്തു, ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ സമ്മേഷൻ്റെ അകത്തിട്ടു. ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ എന്താണ്? ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ അബൌട്ട് ദ സെൻട്രൽ ആക്സിസ് ഓർ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഷാഫ്റ്റ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്താക്കി? ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ എന്താക്കി മാറ്റി? ജെ എന്നിട്ടു. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജി തീറ്റ ബൈ എൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്നെണ്ണം കൂടി എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഇനിയും മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാനൊരു എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു 10 ക്വസ്റ്റ്യൻ, ആദ്യത്തെ ടോർഷണൽ ഡിഫോർമേഷൻ ഓഫ് ദ ഷാഫ്റ്റിന്റെ 10 ക്വസ്റ്റ്യൻ ട്യൂട്ടോറിയലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിപ്പം ചെയ്ത് നോക്കുക. ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ. സൊല്യൂഷൻ സ്റ്റെപ്സ് അല്ല ഇട്ടിരിക്കുന്നത്, ആൻസേഴ്സ്. ബിക്കോസ് അതിനകത്തൊരു 3-4 പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അതിപ്പോൾ ഞാൻ ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. വളരെ ബേസിക് ഫോർമുലാസ് യൂസ് ചെയ്യുന്ന ടി ബൈ ജെയും ടോ ബൈ ആറും ജി തീറ്റ ബൈ എല്ലും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. കാരണം ഇനി നമ്മൾ 3-4 ക്ലാസ്സിൽ ഇതേപോലുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സീരീസിനും വരിക, ഫൈനൽ എക്സാമിനും വരിക. അതുകൊണ്ട് ഇപ്പൊ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു. ആ റിംഗ് കഴിഞ്ഞ് എന്താ പറഞ്ഞത്? നെറ്റ് പോയത്. റിങ് ഏതാ പാർട്ടിൽ?
ഡെറിവേഷൻ ബാക്കി എന്താ പറഞ്ഞു? ഈ റിങ്ങിന്റെ ഇവിടെ ഇത് കിട്ടിയത് മനസ്സിലായോ? ഇന്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് ഈ റിങ്ങിന്റെ അത് കണ്ടില്ല. അതായത് Q ഈക്വൽ ടു, അതായത് നമ്മൾ ഈ സ്മോൾ Q ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ആർ വരെ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഇല്ലായിരുന്നു, അത് കേട്ടില്ല. ഓ എടാ ഇവിടെ ഇത് പറഞ്ഞത് കേട്ടോ, Q. മറ്റേ നമ്മൾ സ്മോൾ ആർ എടുത്തത് വരെ കേട്ടോ. അതെ, അപ്പൊ സ്മോൾ ആറിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ സ്മോൾ ആർ നമ്മൾ എന്ത് ചെയ്തു, അകത്തൊരു എലമെന്റൽ ഒരു സോളിഡ് ഒരു ചെറിയൊരു റിംഗ് കൺസിഡർ ചെയ്തു. ആ റിങ്ങിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ dr, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ റേഡിയസ് എത്ര? സെൻട്രലിൽ നിന്ന് 6. അപ്പൊ അവിടെ ഉണ്ടാവുന്ന സെൻട്രൽ നിന്ന് 6 ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് നമ്മൾ ഇപ്പം ഡിറൈവ് ചെയ്തേ ഉള്ളൂ, Q ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ആർ എന്ന്, ഇല്ലേ? ഇനിയും ഇവിടെ ഈ ഷിയർ സ്ട്രെസ് കാരണം ഈ ഒരു പർട്ടിക്കുലർ റിംഗ് എന്ത് ചെയ്യും, ഈ ഷാഫ്റ്റിനെ ഇങ്ങനെ ഫുള്ള് നമ്മൾ ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊണ്ട് തിരിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും, നമ്മുടെ കൈ ഇപ്പൊ ഒരാൾ തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം റെസിസ്റ്റ് ചെയ്യത്തില്ലേ? അതെ സർ. പറഞ്ഞോ. പ്രസന്റേഷൻ കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല. പാർത്ഥിവ് അത് പറയണ്ടേ? കാണുന്നില്ല എന്നുള്ളത്. കാരണം അത് ഞാൻ പ്രസന്റേഷനിൽ വരച്ച് നിനക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ കാര്യം വിൻഡോസ്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു നിർത്തി, ഇപ്പൊ കാണാമല്ലോ അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞു നിർത്തിയത്, അപ്പൊ നമ്മൾ നമ്മുടെ കൈ ഒരാൾ തിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ മൊമെന്റിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ അതേ സെയിം കൺസെപ്റ്റ് ആണ്. ദ റെസിസ്റ്റിംഗ് മൊമെന്റ് സെറ്റപ്പ് ബൈ ദ റിംഗ്. ആ റിംഗ് റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ട്വിസ്റ്റിംഗ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ ആ റിംഗ് ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു ആർ ആണ്. അതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ റിംഗും, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്ര ഡിസ്റ്റൻസ് കിടക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ ക്യൂവിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? ഇവിടെ ടോ ബൈ ആർ ഇൻറ്റു ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇതിനി നമ്മളൊരു ചെറിയൊരു എലമെന്റൽ ഏരിയയിലാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എൻറ്റയർ ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനാണ് ഇവിടെ ഒരു സമ്മേഷൻ ചെയ്തിരിക്കുന്നത്. അത് ഇന്റഗ്രേഷൻ തന്നെയാണ്. അവിടെ ടോട്ടൽ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് T ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടോ ബൈ ആറിനെ വെളിയിലേക്ക് എടുത്ത് ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മനസ്സിലായോ? ഒറ്റ മിനിറ്റ്, ഒരു കോൾ വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് ടോർഷൻ ഇക്വേഷൻ. അപ്പൊ ഞാനിപ്പോ ഈ ഷെയർ ചെയ്യാൻ പോകുന്ന, ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആൻസർ ഉണ്ട്, കണ്ടുപിടിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സീരീസിന് ചോദിക്കുന്നത്, യൂണിവേഴ്സിറ്റിക്കും ചോദിക്കുന്നത്. ഏതിൽ നിന്ന്? ടോർഷണൽ ഡീഫോർമേഷനിൽ നിന്ന്. ഡെറിവേഷൻ ചോദിക്കും. ഞാനിപ്പം പറഞ്ഞില്ലേ, ഞാനിപ്പം ഈ അതാ ഞാൻ പഠിപ്പിച്ചത്. ഡെറിവേഷൻ ചോദിക്കുന്നത് കൊണ്ടാണ്, ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഡെറിവേഷൻ പഠിപ്പിച്ചത് കേട്ടോ. ശരി, അപ്പൊ ഞാൻ ഈ ഒരു ഇത് ട്യൂട്ടോറിയലായിട്ട് ഇട്ടേക്കാം. ET ലാബിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഇത് ഇട്ടത് എല്ലാവരും നോക്കിയായിരുന്നോ? ഒരു സോൾഡ് ഇതിട്ട ഷീറ്റ് ഇട്ടത്, അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ.
അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ് വരുമ്പോൾ ഇത് ചെയ്തിട്ട് വരണം, ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ. ഓക്കെ സർ. Yes, sir. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമേ. ഓക്കെ, ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. താങ്ക് യു.